പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ. ഷഹീർ ഏജൻസീസ്, വാഴാനി റോഡ്, ഓട്ടുപാറ. ഫോൺ 9544886228. സ്വർണ്ണാഭരണ കവർച്ച കേസിലും അബ്കാരി NDPS കേസുകളിലടക്കം മറ്റ് 6ഓളം കേസുകളിലും പ്രതിയായ ഷൊർണൂർ വാടാനാംകുറിശി മയ്യുംകുന്നത്ത് സുബീഷിനെ ഷൊർണൂർ പോലീസിന്റെ ഊർജിത അന്വേഷണത്തിൽ സൈബർ പോലീസിന്റെ സഹായത്തോടെ മധ്യപ്രദേശിൽ നിന്നും പിടികൂടി. പ്രതിയെ കണ്ടെത്തുന്നതിനായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് IPSന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ഹരിദാസൻ PC ഒരു സ്ക്വാഡ് രൂപീകരിക്കുകയും സൈബർ സെല്ലിന്റെ സഹായത്താൽ സുബീഷിന്റെ ലൊക്കേഷൻ ബാംഗ്ലൂരിലാണെന്ന് അറിവ് ലഭിച്ചതിനെ തുടർന്ന് സ്ക്വാഡ് അംഗങ്ങളായ ഗ്രേഡ് SI റഷീദ് അലി, ഗ്രേഡ് SI ജോളി സെബാസ്റ്റ്യൻ, ഗ്രേഡ് SCPO അബ്ദുൾ റഷീദ് P, CPO മിജേഷ്, CPO സജിത് എന്നിവരെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ബാംഗ്ലൂരിലെ ചീമാസാന്ദ്ര എന്ന സ്ഥലത്തേക്ക് ഷൊർണൂർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് നിയോഗിച്ച് അയച്ച് അന്വേഷണം നടത്തി വരവെയാണ് പ്രതിയായ സുബീഷിനെ ബാംഗ്ലൂരിലെ ഫ്ളാറ്റ് വെക്കേറ്റ് ചെയ്തു പോയതായി അറിഞ്ഞത്. വീണ്ടും സൈബർ സെല്ലിന്റെ സഹായത്തോടെ CDR & ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിൽ മധ്യപ്രദേശ് സംസ്ഥാനത്ത് സാഗർ ജില്ലയിൽ ബഹേരിയ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 ദിവസത്തെ തുടർച്ചയായുള്ള ലൊക്കേഷൻ കണ്ടതിനെ തുടർന്ന് ജൂൺ 9-ാം തീയതി പ്രതിയായ സുബീഷ് രക്ഷപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വിമാനമാർഗം ഭോപ്പാലിലെത്തി അവിടെ നിന്നും 200 കിലോമീറ്റർ അകലെയുള്ള സാഗർ ജില്ലയിലെ ബഹേരിയ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ദേശീയ ഹൈവേ 44-നടുത്ത് ബമോര എന്ന സ്ഥലത്തെ ആര്യവർദ്ധന ഹോട്ടലിന് പരിസരത്ത് വെച്ച് ഏറെ ശ്രമകരമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് ട്രാൻസിറ്റ് വാറണ്ട് ഉത്തരവ് പ്രകാരം പ്രതിയെ വിമാനമാർഗം ജൂൺ 11-ാം തീയതി വൈകിട്ട് കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷൊർണൂർ DYSP മുമ്പാകെ ഹാജരാക്കി. തുടർന്ന് ജൂൺ 12-ാം തീയതി സുബീഷിനെ മണ്ണാർക്കാട് SC/ST കോടതിയിൽ ഹാജരാക്കി. ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെ 2 വർഷം മുമ്പ് റിപ്പോർട്ടായുള്ള ഒരു കവർച്ച കേസിലെ ഒരു പഞ്ചായത്ത് മെമ്പറെ ദേഹോദരം ഏൽപ്പിച്ചിട്ട് സ്വർണം കവർച്ച ചെയ്തൊരു കേസിലെ പ്രതിയായിട്ടുള്ള സുബീഷ് 2 വർഷമായിട്ട് ഒളിവിൽ താമസിച്ച പ്രതിയെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ആനന്ദ് സാറുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക ടീമുണ്ടാക്കിയിട്ട് സ്ക്വാഡുണ്ടാക്കി ആ സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ബോംബെയിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഈ പ്രതി കാളികാവ് അതുപോലെ തന്നെ തൃശ്ശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ലഹരി കടത്തി കേസിലെ പ്രതിയാണ്. മൊത്തം 7 കേസുകളും പ്രതിക്ക് നിലവിലുണ്ട്. പ്രധാനപ്പെട്ട ഒരു നാർക്കോട്ടിക് ടെക്പെർട്ടോലും കൂടിയാണ് ഇയാളുടെ ജ്യേഷ്ഠൻ ഓൾറെഡി സമാന കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ട് പുറത്തിറങ്ങിയാണ്. അപ്പം അയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. വളരെ സാഹസികമായിട്ടാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം ലൊക്കേഷൻ എടുത്തപ്പോൾ ഇവരെ ബാംഗ്ലൂരാണ് ലൊക്കേഷൻ കണ്ടിരുന്നത്. ലൊക്കേഷൻ സമയത്ത് ആ സമയത്ത് നമ്മൾ എത്തുന്നതിന് മുമ്പ് അവിടുന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു 1 ആഴ്ച മുമ്പ്. അങ്ങനെ നമ്മൾ ബോംബെയിൽ ലൊക്കേഷൻ കിട്ടുന്നത് ഭോപ്പാലിൽ. അങ്ങനെ ഭോപ്പാൽ നമ്മൾ അപ്പോഴേക്ക് നമ്മൾ ഭോപ്പാൽ ലൊക്കേഷൻ കിട്ടുന്നു. അപ്പോൾ തന്നെ അവിടുത്തെ ബഹുമാന ജില്ലാ പോലീസ് മേധാവി അവിടുത്തെ കമ്മീഷണറെ ബന്ധപ്പെടുന്നു, ഭോപ്പാൽ ഇൻസ്പെക്ടറെ ബന്ധപ്പെടുന്നു. അങ്ങനെ പെട്ടെന്ന് ആ ടീമിനോട് കൂടിയാണ് നമ്മൾ നമ്മുടെ ടീമും ഭോപ്പാൽ പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് പിടിക്കുന്നത്. PCB ന്യൂസ്, ഷൊർണൂർ.